തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. റഫേൽ ഇടപാട് കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ വൻ തിരിച്ചടി. പരിശോധിക്കരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ അനുമതി നൽകിയ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. പുതുതായി ഹാജരാക്കണമെന്ന് പറഞ്ഞ രേഖകൾ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ KM ജോസഫ്, സഞ്ജയ് കിഷൻ കൗൾ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. റഫേൽ ഇടപാടിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ അഭിഭാഷകരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി, പ്രശാന്ത് ഭൂഷൺ, മനോഹർ ലാൽ ശർമ്മ, സഞ്ജയ് സിംഗ് എന്നിവരാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ ഹർജി കേൾക്കവെയാണ് പുതിയ രേഖകൾ ഹർജിക്കാർ കോടതിക്കു കൈമാറിയത്. എന്നാൽ ഇവ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിച്ച രേഖകളാണെന്നും പരിശോധിക്കരുതെന്നുമാണ് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ വാദിച്ചത്. മാത്രവുമല്ല, സവിശേഷ പ്രാധാന്യമുള്ള രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഹിന്ദു ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു. വെളിപ്പെടുത്തൽ വിവാദമായതോടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ചോർത്തിയ രേഖകളുടെ പകർപ്പുകളാണ് ഹർജിക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് AG മലക്കം അറിഞ്ഞിരുന്നു. സുപ്രീം കോടതി ഇടപെടലിലൂടെ ദി ഹിന്ദു പ്രസിദ്ധീകരിച്ച 3 രേഖകൾ കോടതി തെളിവായി പരിഗണിക്കും. പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.